എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഇൻസ്റ്റൻറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്, കിച്ചൺ ട്രഷറിൻ്റെ. നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 2 കവർ പാലെടുത്തിട്ടുണ്ട്. അര 1 ലിറ്ററിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളവും ഒഴിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പാല് തിളക്കാനാണ് സമയം എടുക്കുന്നത്. മറ്റേ ഇൻസ്റ്റന്റ് ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അധികം ടൈമൊന്നും എടുക്കണമെന്നില്ല. പക്ഷെ പാല് തിളച്ച് വരുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റന്റ് പായസം മിക്സ് മേടിക്കുമ്പോൾ ഓൾറെഡി അതിൽ എല്ലാ സാധനം ഉണ്ടാവും. കശുവണ്ടി, മുന്തിരി, പഞ്ചസാര, ഏലക്കായ എല്ലാം ഉണ്ടാവും. പക്ഷെ നെയ്യ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഡപ്പയാണ് മേടിച്ചിരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പാൽ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പാൽ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പായസം മിക്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എങ്ങാനും പാല് ചീത്തായി പിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവും. അപ്പോൾ പാൽ തിളച്ചതിന് ശേഷം മാത്രം മിക്സ് ഇടാൻ പാടുള്ളൂ. പാല് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ മിക്സ് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മിക്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സേമിയ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തോടെ തന്നെ വെള്ളം പോലെ എടുക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ പക്ഷെ നന്നായിട്ട് വെള്ളം വറ്റിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓവർ അല്ല, നല്ല ഇച്ചിരി ലൂസും ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഓൾറെഡി പഞ്ചസാര ഉള്ളതുകൊണ്ട് എനിക്ക് മധുരം പാകമാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്ക് പാകമായതുകൊണ്ട് ഞാൻ വേറെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇച്ചിരി കുറുകിയൊക്കെ വരുമ്പോഴേ ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുകയുള്ളൂ. ചിലർ കശുവണ്ടി മുന്തിരിയൊക്കെ സെപ്പറേറ്റ് നെയ്യിൽ വറുത്ത് ഇടുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സേമിയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടി വേകട്ടെ. ഇച്ചിരി കൂടി പാല് വറ്റാനുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ വെന്ത് ചെറുതായിട്ട് പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഫുൾ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു ഡപ്പയാണ്, അതിപ്പോൾ ഞാൻ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്നും കൂടി വറ്റിക്കണമെങ്കിൽ വറ്റിക്കാവുന്നതാണ്. പിന്നെ ഇരിക്കും തോറും കട്ടി കൂടും കേട്ടോ. ഞാൻ എന്തായാലും ഇച്ചിരി കൂടി പാൽ വറ്റിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പായസം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ പരുവം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പായസം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ വറുത്തിടാം. ഓൾറെഡി ഇതിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല. ഞാൻ പായസം ഉണ്ടാക്കുന്നത് കൊണ്ട് ചുമ്മാ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.